പത്മകുമാറിന്റെ സംവിധാനത്തിൽ റോഷൻ മാത്യു നായകനായി പുറത്തുവന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഉയിര്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു ശരാശരി അനുഭവം മാത്രമാണ് തന്നത്. പത്മകുമാറിന്റെ മറ്റ് സിനിമകളെല്ലാം പോലെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ഇവിടെയും കാണാം. തന്റെ സ്ഥിരം മേക്കിംഗ് പാറ്റേൺ തന്നെയാണ് പത്മകുമാർ ഈ സിനിമയിലും പിന്തുടരുന്നത്. ഒരുപക്ഷെ ആ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച് ഏറ്റവും അധികം പരാജയപ്പെട്ടു പോയൊരു സിനിമയാണ് പത്താം വളവ്. പത്മകുമാറിന്റെ ജോസഫ്, ഷിക്കാർ, വർഗം, വാസ്തവം എന്നീ സിനിമകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റു സിനിമകളൊന്നും അത്ര മികച്ച ഒരു അനുഭവമായി എനിക്ക് തോന്നിയിട്ടില്ല. ഷിക്കാറിലേത് പത്മകുമാറിന് പകരം മറ്റാരെങ്കിലും ആണെങ്കിൽ പല സീനുകളും കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്നു, ആ കാടിന്റെ വന്യതയും വശ്യതയും കുറച്ചുകൂടി നന്നായി പകർത്തി വയ്ക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഷിക്കാറിലെ ക്ലൈമാക്സ് ഭാഗത്തിനോടടുക്കുമ്പോൾ മാത്രമാണ് കുറച്ചെങ്കിലും മികച്ച ഷോട്ടുകൾ ഉള്ളതായി തോന്നിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ആ സിനിമ വിജയിച്ചു എന്ന് ചോദിച്ചാൽ ആ സിനിമയിൽ പലയിടത്തും രഞ്ജിത്തിന്റെ ഒരു മേക്കിംഗ് പാറ്റേൺ കാണാം. എസ്പെഷ്യലി ആ ലോറിയിൽ നിന്ന് മോഹൻലാൽ ഇറങ്ങി നിൽക്കുമ്പോൾ ക്യാമറ വയ്ക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. മുണ്ടിന്റെ ഒരു സൈഡ് മാത്രം ഉയർത്തിപ്പിടിച്ച് അരയിൽ കൈകുത്തി നിൽക്കുന്ന മീശ പിരിച്ചു വെച്ചിട്ടുള്ള മോഹൻലാൽ. അങ്ങനെ ഒരു രഞ്ജിത്ത് പാറ്റേൺ ആ സിനിമയിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിക്കാർ ഒരു വലിയ വിജയമായി എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ് പത്മകുമാർ ചെയ്യുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് മാമാങ്കം. ആ സിനിമ നമുക്കറിയാം, തകർന്ന് തരിപ്പണമായ ഒരു സിനിമയാണ്. ഓഫ് കോഴ്സ് ജോസഫ് ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അസാധ്യമായ രീതിയിൽ കഥ പറഞ്ഞൊരു സിനിമയായിരുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഷഹി കബീറാണ്. ആ സിനിമ അതിന്റെ മേക്കിംഗ് കൊണ്ടല്ല പ്രേക്ഷകരെ ഇൻ ചെയ്യിക്കുന്നത്, ആദ്യത്തെ 10 മിനിറ്റിൽ തിരക്കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്രില്യൻസ് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, മേക്കിംഗ് വൈസ് പത്മകുമാർ സിനിമകൾ പലതും അത്ര നല്ലൊരു അനുഭവമായിരുന്നില്ല. അതുതന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. റോഷൻ മാത്യുവിനെ പോലെ ഒരു മികച്ച നടൻ സ്ക്രീനിൽ വരുന്നു. അദ്ദേഹത്തിന്റെ വേഷം അതിഭംഗിയായി തന്നെ ചെയ്യുന്നു. പക്ഷേ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ റോന്തിലും റോഷൻ മാത്യു ഒരു തുടക്കക്കാരനായ ഉദ്യോഗസ്ഥനായിരുന്നു. അത് അദ്ദേഹം അതിന്റെ എക്സ്ട്രീമിറ്റിയിൽ അഭിനയിച്ചു തീർത്തിട്ടുണ്ട്. ഈ അടുത്തിറങ്ങിയ ദൃഢത്തിൽ ഷൈനികവും ഒരു തുടക്കക്കാരനായ ഉദ്യോഗസ്ഥനെയാണ് അവതരിപ്പിച്ചത്. അദ്ദേഹവും അത് മികച്ച രീതിയിൽ കൺവേ ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇവിടെ റോഷൻ മാത്യു അനുഭവിക്കുന്നത് വലിയൊരു വെല്ലുവിളിയായോ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയോ എനിക്ക് തോന്നിയില്ല. റോഷന് പുറമെ ഈ സിനിമയിൽ ബൈജു സന്തോഷ്, വിനീത് തട്ടിൽ, ശ്രീകാന്ത് മുരളി, ശ്രുതി മേനോൻ, ദിവ്യ എം നായർ തുടങ്ങി കുറെ അഭിനേതാക്കളുണ്ട്. ഇവരെല്ലാവരും അവരുടെ റോളുകൾ നല്ല ഭംഗിയായി തന്നെ ചെയ്തിട്ടുമുണ്ട്. തിരക്കഥ എഴുതിയിട്ടുള്ളത് ഷാജി മാറാടും നടനും ഗായകനുമായ നിഖിൽ കെ മേനോനും ചേർന്നാണ്. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോഴും ഈ സംഭവങ്ങളൊന്നും പ്രേക്ഷകരുമായി അത്രയധികം കണക്റ്റ് ആവുന്നില്ല. ഒരുപാട് ത്രില്ലിംഗ് മൊമെന്റ്സ് ഈ സിനിമയിൽ ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും നമുക്ക് അത്ര കണ്ട് ത്രില്ലടിക്കുന്നില്ല. സിനിമയുടെ പശ്ചാത്തല സംഗീതവും വിഷ്വലൈസേഷനും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു മെസ്സേജ് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യുന്നതിനായി സ്പൂൺ ഫീഡ് ചെയ്യുന്ന ഒരു രീതി സിനിമയിൽ അവലംബിക്കുന്നു എന്നതാണ്. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പലതരത്തിൽ പല ലെയറുകളിൽ കുറച്ചുകൂടി മനോഹരമായി എടുക്കാമായിരുന്ന, കുറച്ചുകൂടി സുന്ദരമായി അവതരിപ്പിക്കാമായിരുന്ന, കുറച്ചുകൂടി തീക്ഷ്ണമായി കൊണ്ടുവരാമായിരുന്ന പല സീനുകളും പത്മകുമാറിന്റെ സ്ഥിരം മേക്കിംഗ് പാറ്റേൺ ഉപയോഗിച്ച് ഒരു എലവേറ്റ് ചെയ്യപ്പെടാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയതായാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു കൺസെപ്റ്റ് കിട്ടിയിട്ടും മികച്ച അഭിനേതാക്കളെ കിട്ടിയിട്ടും തരക്കേടില്ലാത്തൊരു ടെക്നിക്കൽ ക്രൂ ഉണ്ടായിട്ടും ശരാശരിക്ക് അപ്പുറം കടന്നു നിൽക്കാൻ കഴിയാത്ത ഒരു സിനിമയായാണ് എനിക്ക് വ്യക്തിപരമായി ഉയർ തോന്നിയത്.